ദിലക്സീതെ, ദരിദ്രർക്കു വേണ്ടി ദരിദ്രരുടെ ദരിദ്രമായ സഭ. മനുഷ്യരോടുള്ള സ്നേഹത്തെ മറന്നുകൊണ്ട് ഒരു ദൈവസ്നേഹമില്ല എന്ന് അടിവരയിടുകയാണ് ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രഖ്യാപനം. കൃത്യമായി പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യരോടുള്ള പ്രത്യേക സ്നേഹം. ദരിദ്രർക്ക് ധർമ്മം നൽകുന്നത് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടില്ല, ആകരുത്. ആതുരാലയങ്ങളും രോഗീ സേവനവും നിർത്തിക്കൂടാ. പാവങ്ങളുടെ കാര്യത്തിലുള്ള ഉദാസീനത പ്രബോധനത്തിൽ നിഷിദ്ധമായി വിമർശിക്കപ്പെടുന്നു. പാവങ്ങളെ ഒരു സാമൂഹ്യ പ്രശ്നം മാത്രമായി പരിഗണിക്കുവാൻ ക്രൈസ്തവർക്ക് ഒരിക്കലും സാധിക്കില്ല. അവർ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്, നമ്മിൽപ്പെട്ടവരാണ്. പാവങ്ങളോടുള്ള ബന്ധത്തെ ഒരു ചടങ്ങായോ സഭാപ്രവർത്തനം മാത്രമായോ ചുരുക്കി കാണുവാനും കഴിയില്ല. അവൻ നിന്നെ സ്നേഹിച്ചു എന്ന പുതിയ പ്രബോധനത്തിൽ മാർപ്പാപ്പ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു. സഭ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടേതാണെന്നും സഭ തന്നെ ദരിദ്രയാണെന്നും പറഞ്ഞ ഫ്രാൻസിസ് പാപ്പയുടെ പൈതൃകം ലിയോ മാർപ്പാപ്പയും തുടരുന്നു. പാവങ്ങളോടുള്ള പ്രത്യേക പരിഗണന ദൈവത്തിന്റെ തന്നെ ഒരു തീരുമാനമാണ്, സഭയുടേതല്ല എന്ന പ്രഖ്യാപനം വ്യക്തമാക്കുന്നു. മറ്റു വിഭാഗങ്ങളെ ഒഴിവാക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്യുക എന്നതല്ല പാവങ്ങളോടുള്ള പ്രത്യേക പരിഗണനയുടെ അർത്ഥം. അങ്ങനെ ഒരു അവഗണന ദൈവത്തെ സംബന്ധിച്ച് അസാധ്യമാണല്ലോ. ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് നൽകേണ്ട ഊന്നലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യവംശം നേരിടുന്ന ദാരിദ്ര്യത്തോടും ബലഹീനതയോടുമുള്ള അനുകമ്പയാൽ നയിക്കപ്പെടുന്നതാണ് ദൈവിക കർമ്മങ്ങൾ എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്. നീതിയുടെയും സാഹോദര്യത്തിന്റെയും ഐക്യമത്യത്തിന്റെയും രാജ്യം ഉദ്ഘാടനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ വിവേചനം നേരിടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഏറ്റവും ബലഹീനരായവർക്ക് അനുകൂലമായ വിപ്ലവാത്മകവും നിർണായകവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവിടുന്ന് സഭയോട് ആവശ്യപ്പെടുന്നു. സമൂഹത്തിന്റെ പൊതുനന്മയിലും ബലഹീനരും പിന്നാക്കക്കാരുമായ വിശ്വാസികളുടെ സംരക്ഷണത്തിലും യാതൊരു താല്പര്യവുമില്ലാത്ത ക്രൈസ്തവ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇടയ്ക്കിടെ ഉയർന്നു വരാറുണ്ടെന്നും പ്രഖ്യാപനം നിരീക്ഷിക്കുന്നു. ദരിദ്രരോടുള്ള കരുതൽ കത്തോലിക്കരുടെ അവശ്യ ദൗത്യങ്ങളിലൊന്നാണ്. ദരിദ്രരോടും തിരസ്കൃതരോടും പാർശ്വവൽകൃതരോടുമുള്ള ഐക്യമത്യം സഭയുടെ പ്രകൃതത്തിന്റെ തന്നെ ഭാഗമാണ്. പാവങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ അനേകർ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് താൻ അത്ഭുതപ്പെടാറുണ്ട് എന്ന് പാപ്പ എഴുതുന്നു. ദൈവവചനം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ് ദരിദ്രരോട് കാണിക്കേണ്ട നീതിയെയും കരുണയെയും കുറിച്ച് വിശ്വാസികളെ ഈ പ്രഖ്യാപനം ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നത്. ബൈബിളിനോടൊപ്പം ചരിത്രത്തിലൂടെ ഉരുവപ്പെട്ട സമ്പന്നമായ സഭാപ്രബോധനവും ലിയോ മാർപ്പാപ്പ ഉപയോഗിക്കുന്നു. റേരും നോവാരും, മാതാവും ഗുരുനാഥയും, ജനതകളുടെ പുരോഗതി, സാമൂഹ്യ ഔത്സുഖ്യം, തൊഴിലിന്റെ മാഹാത്മ്യം, സത്യത്തിലെ സ്നേഹം തുടങ്ങിയ ചാക്രിക ലേഖനങ്ങളും 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളും ഈ പ്രഖ്യാപനത്തിൽ വിപുലമായി ഉദ്ധരിക്കപ്പെടുന്നു. അസീസിയിലെ ഫ്രാൻസിസ് മുതൽ കൽക്കത്തയിലെ മദർ തെരേസ വരെ ചുരുങ്ങിയത് 33 വിശുദ്ധരുടെ ജീവിത മാതൃകകൾ പ്രഖ്യാപനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. രോഗികളോടും തടവുകാരോടും നിരക്ഷരരോടും കുടിയേറ്റക്കാരോടുമുള്ള സ്നേഹത്തിന്റെ മാതൃകകളായി നാം കാണേണ്ട ചരിത്രത്തിലെ വിശുദ്ധ ജീവിതങ്ങൾ. ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനും പാവങ്ങളെ റോമൻ അധികാരികൾക്ക് മുമ്പിൽ ഹാജരാക്കി സഭയുടെ നിധിയാണിത് എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ലോറൻസും ഇവരിൽ ഉൾപ്പെടുന്നു. ആദിമ സഭാപിതാക്കന്മാരായ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ പോളികാർപ്പ്, രക്തസാക്ഷിയായ ജസ്റ്റിൻ എന്നിവരുടെ എല്ലാം ജീവിതങ്ങൾ പരാമർശിക്കപ്പെടുന്നു. വിശുദ്ധ ഐലൻ കുർദിയുടെ ചിത്രം ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കാര്യം പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നാം അതിനോട് പൊരുത്തപ്പെട്ടു. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും വാർത്താ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. ദാരിദ്ര്യത്തിനെതിരായ ആഗോള പോരാട്ടത്തിന്റെ പുരോഗതി പലപ്പോഴും അതിശയോക്തിവൽക്കരിച്ച് പറയുകയാണ് നാം. കാരണം പഴയ കാലത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഇപ്പോഴും ദാരിദ്ര്യത്തെ അളക്കുന്നത്. അത് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി ചേർന്നു പോകുന്നില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നിരാകരിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന പ്രവണത ക്രൈസ്തവർക്ക് പോലും ഉണ്ട്. കുറച്ചുപേരെ അലട്ടുന്ന ഏതോ ഒരു ബാധ മാത്രമാണതെന്നും സഭയുടെ ദൗത്യത്തിന്റെ ജ്വലിക്കുന്ന ഹൃദയമല്ലെന്നും ക്രൈസ്തവർ പോലും കരുതുന്നു. സുവിശേഷത്തെ പുനരാവാഹിക്കുകയും പാവങ്ങളെ പരിചരിക്കുന്നതിന് അത് നൽകുന്ന ഊന്നലിനെ സ്വാംശീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യത്തിന് ഇതെല്ലാം അടിവരയിടുന്നു. കഴിഞ്ഞ 150 വർഷത്തിനിടെ സഭാപ്രബോധനത്തിൽ ദരിദ്രർക്കു വേണ്ടിയുള്ള സേവനം പ്രത്യേകമായി സ്ഥാനം പിടിച്ചു. ലിയോ 13 റേരും നോവാരും എന്ന ചാക്രിക ലേഖനവും ജോൺ 23 മാതാവും ഗുരുനാഥയും എന്ന ചാക്രിക ലേഖനവും ഇതിനുദാഹരണങ്ങളാണ്. ബെനഡിക്ട് 16 കാരിത്താസ് ഇൻ വേരിത്താത്തെ
രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒന്നായിരുന്നു. സഭയും ദരിദ്രരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലാറ്റിൻ അമേരിക്കൻ കത്തോലിക്ക സഭയിൽ ഉണ്ടായ പുനരാലോചനകൾ സഭാ പ്രബോധനത്തിന്റെ ഭാഗമാക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറായി. തിന്മയുടെ ഘടനകൾ, അതായത് ആഴത്തിൽ വേരുപിടിച്ച അനീതിപരമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും ദരിദ്രരെ കേവലം ചാരിറ്റിയുടെ സ്വീകർത്താക്കൾ എന്നതിലുപരി കർത്തൃത്വമുള്ളവരായി പരിഗണിക്കണമെന്ന ചിന്തയും സഭാ പ്രബോധനത്തിലേക്കുള്ള ലാറ്റിൻ അമേരിക്കൻ സംഭാവനകളാണ്. കൊല്ലുന്ന സമ്പദ് വ്യവസ്ഥയുടെ സ്വേച്ഛാധികാരം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രയോഗം പാപത്തിന്റെ ഘടനകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ലിയോ മാർപ്പാപ്പ ഉപയോഗിക്കുന്നു. കാര്യങ്ങളുടെ ഇപ്പോഴത്തെ കിടപ്പിനെ ന്യായീകരിക്കുന്നതും സകലതും പരിഹരിക്കുന്ന വിപണിയുടെ അദൃശ്യ ശക്തികൾക്കായി കാത്തിരിക്കുവാൻ പറയുന്ന സാമ്പത്തിക തത്വത്തെ വിശദീകരിക്കുന്നതുമായ സിദ്ധാന്തങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഓരോ മനുഷ്യരുടെയും അന്തസ്സ് മാനിക്കപ്പെടേണ്ടത് ഇന്നാണ്, നാളെയല്ല. ഈ അന്തസ്സ് നിഷേധിക്കപ്പെടുന്നവരെല്ലാം അനുഭവിക്കുന്ന പരമദാരിദ്ര്യം നമ്മുടെ മനസാക്ഷിയെ നിരന്തരം ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിഡ്ഢികളോ ശുദ്ധരോ ആയി കാണപ്പെട്ടാൽ പോലും ഈ ഘടനാപരമായ അനീതികളെ തിരിച്ചറിയുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് കത്തോലിക്കർ അവിരാമം തുടരണം. ദാനധർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്ന കടമകളെക്കുറിച്ച് മാർപ്പാപ്പ പ്രബോധനത്തിൽ ഊന്നിപ്പറയുന്നു. ഇക്കാലത്ത് ഇത് അപൂർവമായി മാത്രമേ അനുഷ്ഠിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തപ്പെടുന്നു. വിശ്വാസികൾ പോലും ഇതിനെ അനുകൂലമായി കാണുന്നില്ല. പ്രതികൂല അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ സഹായിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി ഒരു നല്ല ജോലി കണ്ടെത്തുവാൻ അയാളെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധിക്കുന്നില്ലെങ്കിൽ ദാനം കൊടുക്കുക എന്നത് ഒരു അത്യാവശ്യമാണ്. അധികാരികൾക്ക് ദരിദ്രരോടുള്ള ചുമതലയെ ഇത് ഇല്ലാതാക്കുന്നില്ല. എങ്കിലും ദരിദ്രരുടെ മുമ്പിൽ ഒരു നിമിഷം നിൽക്കുവാനും അവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാനും അവരെ സ്പർശിക്കുവാനും നമ്മുടേതായ എന്തെങ്കിലും അവരുമായി പങ്കുവയ്ക്കുവാനും നമ്മെ സഹായിക്കുന്നത് ദാനധർമ്മങ്ങളാണ്. സ്നേഹത്തിന് സഭ പരിധി കൽപ്പിക്കുവാൻ പാടില്ല. പോരാടേണ്ട ശത്രുക്കൾ സഭയ്ക്കില്ല. സ്നേഹിക്കേണ്ട സ്ത്രീ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സഭയെയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. പ്രബോധനം വിശദീകരിക്കുന്നു. വിവാദപരമായേക്കാവുന്ന ചില ഘടകങ്ങൾ പ്രബോധനത്തിൽ ഉൾപ്പെടുത്തുവാൻ മാർപ്പാപ്പ മടിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, ഈജിപ്തിലെ മാലിന്യ ശേഖരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന സിസ്റ്റർ ഇമ്മാനുവേല ക്ലിങ്ക്വൻ പാവങ്ങളിൽ പാവപ്പെട്ടവർക്കിടയിലെ പ്രവർത്തനത്തിന്റെ ഒരു മാതൃകയായി പ്രബോധനത്തിൽ ഇവർ പരാമർശിക്കപ്പെടുന്നു. സിസ്റ്റർ ഇമ്മാനുവേല പക്ഷെ ഗർഭനിരോധനത്തെക്കുറിച്ചും വൈദിക ബ്രഹ്മചര്യത്തെക്കുറിച്ചും യാഥാസ്ഥിതികമല്ലാത്ത അഭിപ്രായങ്ങൾ അവതരിപ്പിച്ച് വാർത്ത സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. ആ അഭിപ്രായങ്ങൾ പാവങ്ങളോടുള്ള അവരുടെ സമർപ്പണത്തെ ഉയർത്തി കാണിക്കുന്നതിന് പാപ്പ ഒരു തടസ്സമായി കണ്ടില്ല. വിമോചന ദൈവശാസ്ത്രത്തിന്റെ വിമർശനമായി വിശ്വാസ കാര്യാലയം 1984 പ്രസിദ്ധീകരിച്ച വിമോചന ദൈവശാസ്ത്രത്തിന്റെ ചില വശങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്ന രേഖയും ഇതിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വിശ്വാസത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി വാദിക്കുന്നവർ പാവങ്ങളെ സ്നേഹിക്കുന്നതിലും ഈ താല്പര്യം കാണിക്കണമെന്ന സൂചനയാണ് ഇതിലുള്ളത്. അനീതിയുടെ അസഹനീയ അവസ്ഥകളെ സംബന്ധിച്ചും അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങളെ സംബന്ധിച്ചും നിഷ്ക്രിയത്വവും ഉദാസീനതയും കുറ്റകരമായ മൗനവും പാലിക്കുന്ന യാഥാസ്ഥിതികതയുടെ സംരക്ഷകർ അയൽക്കാരോടും ദരിദ്രരോടും അടിച്ചമർത്തപ്പെടുന്നവരോടുമുള്ള സേവനത്തിന്റെ ഫലപ്രദമായ സാക്ഷ്യം നൽകണം. ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും തൊഴിൽപരമായ അനീതികളുടെയും ദരിദ്രരെ ബാധിക്കുന്ന മറ്റ് സാമൂഹ്യ വിഷയങ്ങളുടെയും മേഖലയിൽ പ്രവർത്തിക്കുന്ന അൽമായ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും സംശയത്തോടെ വീക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുക പോലെയും ചെയ്യുകയുണ്ടെന്നും പ്രബോധനം ചൂണ്ടിക്കാണിക്കുന്നു. ദരിദ്രരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ കൂടി സർക്കാരുകളും സ്ഥാപനങ്ങളും ഉൾപ്പെടുത്തണമെന്നും പ്രബോധനം ആവശ്യപ്പെടുന്നു. 5 അധ്യായങ്ങളും 121 ഖണ്ഡികകളും 20,000-ഓളം വാക്കുകളുമുള്ള ഈ രേഖ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന വെളിപാട് വാക്യവുമായി ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ദരിദ്രർക്കു വേണ്ടി ദരിദ്രരാൽ നടത്തപ്പെടുന്ന ദരിദ്രരുടെ സഭയാണ് കത്തോലിക്ക സഭ. അഥവാ അങ്ങനെയാകണം എന്ന സുവിശേഷാത്മകമായ നിലപാട് അവിതർക്കിതമായി പ്രഖ്യാപിക്കുകയാണ് ദിലക്സീത്തെ.